അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് സ്ട്രോബെറി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ജാമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ സ്ട്രോബെറി എന്നല്ല, വീട്ടിൽ പെട്ടെന്ന് ചീത്തയായി പോകുമെന്ന് തോന്നുന്ന ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇത് ചെയ്യാം. ഇപ്പോൾ മാങ്ങ, അതല്ലെങ്കിൽ പൈനാപ്പിൾ, ഇങ്ങനെ ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ ജാമെന്ന് പറഞ്ഞാൽ വെറുതെ കഴിക്കുമല്ലോ, സ്പൂണിലൊക്കെ കോരി കഴിക്കുന്നതാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ. അപ്പോൾ ഇതൊക്കെ വളരെ സേഫായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുക്കാം. അവർ ചപ്പാത്തിയുടെ കൂടെ അതല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടി ഞാൻ നല്ല പഴുത്ത സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് വേണ്ടത്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് പുളി, സ്ട്രോബെറിക്ക് നല്ല പുളി ഉണ്ടാവുമല്ലോ, അത് എത്ര ഉണ്ടെങ്കിലും ഒരു പുളി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും സ്ട്രോബെറിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ഉടച്ചെടുക്കുകയൊന്നും വേണ്ട. ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ചെയ്യണത്. കാരണം ഇവിടെയൊക്കെ കിട്ടുന്ന ജാം ഇതേപോലെ കഷ്ണങ്ങളായിട്ടാണ് കിട്ടാറ്. നാട്ടിലാണ് ജെല്ല് പോലെ ഒരു ഒന്നുമില്ലാതെ, കഷ്ണങ്ങളൊന്നും ഇല്ലാതെ കിട്ടാറുള്ളത്. പക്ഷേ ഇതാണ് അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്ട്രോബെറി മിക്സിയിലിട്ട് അടിച്ചൊന്ന് ജ്യൂസാക്കിയതിന് ശേഷം, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കിയ ശേഷം ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി അടിഭാഗം കനമുള്ള ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ സ്ട്രോബെറിയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. സ്ട്രോബെറിയുടെ മിക്സ് ഇട്ടതിന് ശേഷം ചട്ടി ചൂടാക്കിയാൽ മതി. ചൂടാക്കിയ ചട്ടിയിലേക്ക് ഇടുകയൊന്നും വേണ്ട. എന്നിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന്ന് ശരിക്കും വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആണ് ആ കഷ്ണങ്ങളൊക്കെ ശരിക്കും വെന്ത് കിട്ടുകയും ചെയ്യും, നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതിന് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗം കരിയും ചെയ്യും, കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കും. അപ്പോൾ അത് തീ നന്നായി കുറച്ച് വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് കുറേ സമയം നിന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ജ്യൂസ് ആയിട്ട് വന്ന് വെള്ളം പോലെ ആയി വന്ന് അതിന് ശേഷം അത് വറ്റിച്ചെടുക്കണം. അപ്പോഴല്ലേ അത് ജാമാവുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ പിന്നെ കിച്ചണിൽ നിന്ന് പോവില്ല, അവരങ്ങനെ അടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് പിന്നെ ഒന്ന് കുറുകാൻ തുടങ്ങിയത്. അപ്പോൾ അത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളൊരല്പം ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കണം. അതിങ്ങനെ കുറേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മാത്രം ചെറുനാരങ്ങ നീര് ചേർത്താൽ മതി. അതല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് തീരുന്നതാണെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കണ്ട. അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് നല്ലതാണ്. കാരണം അത് പഞ്ചസാര ഒന്ന് ക്രിസ്റ്റലായി പോകാതിരിക്കാനും, പിന്നെ നമുക്കതിങ്ങനെ ജാമ് പോലെ നമുക്ക് ഇങ്ങനെ ജാമ് തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പരന്ന് കിട്ടാനൊക്കെ ജാം ഇങ്ങനെ പഞ്ചസാര ഉള്ള കാരണം അത് കട്ടിയായി പോകാതിരിക്കാനൊക്കെ നല്ലതാണ് ചെറുനാരങ്ങ ചേർക്കുന്നത്. പക്ഷെ കൂടി പോയത് കാരണം സ്ട്രോബെറി പുളിയുള്ളതാണ്, ചെറുനാരങ്ങ അതേപോലെ തന്നെ പുളിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേർക്കണത് നല്ലത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ചെറുനാരങ്ങ ചേർക്കാതെ സ്ട്രോബെറി മിൽക്കൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ചെറുനാരങ്ങ ചേർക്കാതെ അപ്പം തന്നെ ഇത് വെച്ചിട്ട് അവർക്ക് പാലിൽ തിളപ്പിച്ചിട്ട് അങ്ങനെ നമുക്ക് കുട്ടികൾക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സേഫായിട്ട് തന്നെ കുട്ടികൾക്കിത് നമുക്ക് കഴിപ്പിക്കാൻ പറ്റും, ഒന്നും നമ്മൾ കെമിക്കലൊന്നും ചേർക്കാത്ത കാരണം. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടില്ല. ഞാൻ ഐസിൻ്റെ പുറത്തിങ്ങനെ ഒരു നുള്ളു ഒട്ടിച്ച് നോക്കിയപ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ അതായിട്ടില്ല.
ഒലിച്ചിറങ്ങാതെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കണം. എന്നാൽ കട്ടിയായിട്ട് പോകാനും പാടില്ല. കാരണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലൊക്കെ അത് ജാം ഭയങ്കര സൂപ്പറായിട്ടിരിക്കും. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ അത് ഒന്നുമില്ലെങ്കിൽ സ്പൂണിൽ നിന്ന് വരില്ല, അതല്ലെങ്കിൽ ഒലിച്ചിങ്ങനെ വെള്ളം പോലെ കിടക്കും. അത് ഇതിൻ്റെ ഒരു പാകം കറക്റ്റ് ആവാത്ത കാരണമായിരിക്കും അങ്ങനെ ആവണത്. അപ്പോൾ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങി, ഇങ്ങനെ ഒരു ജാമിൻ്റെ പരുവത്തിലായി തുടങ്ങി. അപ്പോൾ അത് കളറ് കണ്ടില്ല, ഒട്ടും തന്നെ നമ്മൾ കളറ് ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ ഒരു എസൻസും നമ്മൾ ചേർത്തിട്ടില്ല. സ്ട്രോബെറി ഒന്നും അതിൻ്റെ ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല സ്മെല്ലാണിത്. അപ്പോൾ ഇതിങ്ങനെ കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേനും ഞാനൊരു പ്ലേറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് വേണം നമ്മളത് ഒട്ടിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴുകി വരാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു പരുവം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ല, അതങ്ങനെ ഒലിച്ച് വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അങ്ങനെ ജാം റെഡിയായി. ഏകദേശം ഒരു 45 മിനിറ്റോളം എടുത്തിട്ടുണ്ടാവും ഇതിങ്ങനെ ആയി കിട്ടാൻ. അപ്പോൾ അങ്ങനെ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഫ്രൂട്ട്സ് ഒന്നും ബാക്കി വന്നാൽ ആരും വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ചെയ്യാം. ആപ്പിൾ വെച്ചായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം.